മലയാള സിനിമയിൽ സൂപ്പർ താരങ്ങളുടേതടക്കം നിരവധി സിനിമകളാണ് ഈ വർഷം ഇനിയും പുറത്തിറങ്ങാൻ പോകുന്നത്. എന്നാൽ നിലവിൽ മലയാള സിനിമകൾ തകർച്ചയുടെ വക്കീലാണെന്ന് സൂചിപ്പിക്കുന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. മലയാള സിനിമ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണ് എന്ന സിനിമാ സംഘടനകളുടെ പ്രസ്താവനയ്ക്ക് പിന്നാലെ നിർമ്മാതാക്കളുടെ സംഘടന ജനുവരിയിൽ സിനിമകളുടെ ബജറ്റും തിയേറ്റർ ഷെയറും പുറത്തുവിട്ടിരുന്നു. ഇതോടെയാണ് കഴിഞ്ഞ മാസം പുറത്തിറങ്ങിയ മലയാള സിനിമകളിൽ ഭൂരിഭാഗവും കാര്യമായ കളക്ഷൻ ഒന്നും നേടിയിട്ടില്ല എന്ന കാര്യം പുറത്തു വന്നത്. ജനുവരിയിൽ പുറത്തിറങ്ങിയ 28 സിനിമകളിൽ ആകെ വിജയം നേടിയത് ഒരു ചിത്രം മാത്രമാണ്. ആസിഫ് അലി, അനശ്വര രാജൻ എന്നിവർ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച ജോഫിൻ ടി ചാക്കോ കൂട്ടുകെട്ടിലിറങ്ങിയ ആസിഫ് അലിയുടെ രേഖാചിത്രമാണ് ഈ സിനിമ. 8.5 കോടി രൂപയായിരുന്നു രേഖാചിത്രത്തിന്റെ ബജറ്റ്. കേരളത്തിലെ തിയേറ്ററുകളിൽ നിന്നും ചിത്രം 12.5 കോടി കളക്ഷൻ നേടി. 28 മലയാള സിനിമകളും 12 അന്യഭാഷാ സിനിമകളും ഒരു റീ റിലീസുമാണ് ജനുവരിയിൽ ഉണ്ടായത്. മമ്മൂട്ടി ചിത്രം ആവനാഴിയാണ് റീ റിലീസ് ചെയ്തത്. പ്രതീക്ഷയോടെ എത്തിയിരുന്ന ചിത്രമാണെങ്കിലും തിയേറ്ററിൽ ചെറിയ ചലനം പോലും സൃഷ്ടിക്കാൻ ചിത്രത്തിന് കഴിഞ്ഞില്ല. ജനുവരി 3 മുതൽ തിയേറ്ററുകളിൽ എത്തിയ സിനിമയുടെ ഒറ്റ ടിക്കറ്റ് പോലും വിറ്റുപോകാതായതോടെ പലയിടങ്ങളിലും ഷോ ക്യാൻസൽ ആവുകയായിരുന്നു. ഈ ജനുവരിയിൽ പുറത്തിറങ്ങിയ മൊത്തം സിനിമകളിൽ നിന്നുണ്ടായ നഷ്ടം 110 കോടി രൂപയാണ് എന്നാണ് കണക്കുകൾ പറയുന്നത്. 30 കോടി മുടക്കിയ ടൊവിനോ തോമസ് ചിത്രമായ ഐഡന്റിറ്റി കേരളത്തിൽ നേടിയത് വെറും 3.5 കോടി രൂപയാണ്. ഇന്ദ്രൻസ്, ജാഫർ ഇടുക്കി എന്നിവർ പ്രധാന വേഷങ്ങളിലെത്തിയ ഒരുമ്പെട്ടവൻ നേടിയത് 3 ലക്ഷം മാത്രമാണ്. 2.5 കോടി ബജറ്റിൽ ഒരുക്കിയ സിനിമയായിരുന്നു ഇത്. എന്നാൽ മമ്മൂട്ടി ചിത്രമായ ഡൊമിനിക് ആൻഡ് ദി ലേഡീസ് പേഴ്സ്, ബേസിൽ ജോസഫിന്റെ പൊന്മാൻ, വിനീത് ശ്രീനിവാസിന്റെ ഒരു ജാതി ജാതകം എന്നീ സിനിമകൾ തിയേറ്റർ വരുമാനം കൂടാതെ മറ്റ് ബിസിനസ്സുകളിൽ നിന്നും ലാഭം ഉണ്ടാക്കിയിട്ടുണ്ട് എന്നാണ് സംഘടന പറയുന്നത്. സിനിമയിലെ ബജറ്റിന്റെ 60% തുക താരങ്ങളുടെയും സാങ്കേതിക പ്രവർത്തകരുടെയും പ്രതിഫലമാണെന്നും ഇതാണ് സാമ്പത്തിക നഷ്ടത്തിന് ആക്കം കൂട്ടുന്നതെന്നുമാണ് സംഘടന പറയുന്നത്. എന്ന് സ്വന്തം പുണ്യാളൻ, അൻപോട് കൺമണി, ഒരുമ്പെട്ടവൻ, പ്രാവൻകൂട് ഷാപ്പ്, പറന്ന് 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 ചെല്ലാൻ, ബെസ്റ്റി, സീസൺസ് തുടങ്ങിയ നിരവധി സിനിമകളാണ് ഈ ലിസ്റ്റിലുള്ളത്. കോടികൾ മുടക്കിയിട്ടും 10,000-ഉം ലക്ഷങ്ങളും ലഭിച്ച സിനിമകളും ഈ ഒരു ലിസ്റ്റിലുണ്ടെന്നതാണ് സങ്കടകരമായ ഒരു കാര്യം. അതേസമയം മലയാള സിനിമയ്ക്ക് താങ്ങാനാവുന്നതിന്റെ 10 ഇരട്ടി പ്രതിഫലമാണ് താരങ്ങൾ വാങ്ങുന്നത്. പ്രതിഷേധ സൂചകമായി ജൂൺ 1 മുതൽ സിനിമാ സമരം നടത്തുമെന്ന് കേരള പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ അറിയിച്ചിട്ടുണ്ട്. 100 കോടി ക്ലബ്ബുകളുടെ കണക്കൊക്കെ നിർമ്മാതാക്കൾ തന്നെയല്ലേ പറയുന്നത് എന്ന ചോദ്യത്തോട് നിർമ്മാതാവ് സുരേഷ് കുമാർ പ്രതികരിച്ചിട്ടുണ്ട്. അതെല്ലാം താരങ്ങൾ പുറത്തുനിന്നും നിർബന്ധിച്ച് പറയിപ്പിക്കുന്നതാണെന്നും അത് തങ്ങളുടെ ഗതികേടാണ് എന്നുമാണ് സുരേഷ് കുമാർ പറഞ്ഞത്. 100 കോടി ഗ്രോസ് ലഭിക്കുന്ന ഒരു സിനിമയുടെ നിർമ്മാതാവിന് 27 കോടി രൂപ മാത്രമാണ് ലഭിക്കുന്നത്. അതിൽ 30 കോടി രൂപ സർക്കാരിലേക്ക് പോകും. താരങ്ങൾ പ്രതിഫലം കൂടാതെ ചിത്രങ്ങളുടെ ഓവർസീസ് റൈറ്റും പിടിച്ചു വാങ്ങുകയാണെന്നും നിർമ്മാതാക്കളുടെ യോഗത്തിൽ ആരോപണം ഉയർന്നിരുന്നു.